ദൈവത്തിൻ്റെ സ്തുതി. എൻ്റെ പേര് പ്രിൻറ്റോ ഫ്രാൻസിസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴുക്കര ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം 6-ാം തീയതിയായിരുന്നു എടുത്തിരുന്നത്. ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്കറിയാൻ സാധിച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും ചേട്ടനും വഴിയായിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വൈഫുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഞാൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മാർച്ച് അവസാനം ഞാൻ ലീവിന് നാട്ടിൽ വന്നു. അതിനുശേഷം ലീവ് അവസാനിക്കാതെ ആ സമയത്താണ് കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് പുതിയ വിസ എടുക്കണം, അതിന് വേണ്ടി മെഡിക്കലുണ്ട്, ഓൺലൈനിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ ഞാൻ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ കൊച്ചിയിലേക്ക് കിട്ടിയിരുന്നത്, കൊച്ചിയിൽ അവിടെ പോയി മെഡിക്കലിന് പോയി. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എക്സ്റേയിൽ ഡൗട്ടായ കാരണം 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് വീണ്ടും വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 2-ാം പ്രാവശ്യം 5 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് വീണ്ടും ചെന്നു. അപ്പോഴും ഒന്നും എക്സ്റേ ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ എനിക്ക് എക്സ്റേയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു എന്തായാലും ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും കാണാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്ക്, സെൻറ്റർ ചേഞ്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മാറി ഞാൻ കോഴിക്കോട് പോയി എടുത്തു. സെൻറ്റർ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ചെയ്ത് നോക്കി. പക്ഷേ അവിടെ ചെയ്തപ്പോഴും ബാക്കിയെല്ലാം ഓക്കെ ആയി. പക്ഷേ എക്സ്റേ മാത്രം ക്ലിയർ ആയില്ല. വീണ്ടും അവർ വീണ്ടും 5 ദിവസം മരുന്ന് കഴിച്ച് വീണ്ടും വരാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ആകെ വിഷമത്തിലായി. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാം, ഇനിയിപ്പം മാതാവിന് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ മാസം 6-ാം തീയതി ഞാൻ ഒന്ന് ഉടമ്പടി എടുത്തു, നന്നായി പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. അതിന് ശേഷം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ പങ്കുകൂടി. അതിനുശേഷം എനിക്ക് ബുധനാഴ്ചയായിരുന്നു, ഈ 8-ാം തീയതി ആയിരുന്നു എനിക്ക് മെഡിക്കലായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അതിനുശേഷം ഇപ്പം നന്നായി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ജപമാലെല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. മെഡിക്കലിന് മുന്നേ അമ്മയുടെ ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വരുള്ളൂ, അപ്പോൾ അന്നേരം റിപ്പോർട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തായാലും ഞാനെന്തായാലും ഫിറ്റായി എന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വീണ്ടും ചൊല്ലി, ജപമാല ചൊല്ലി. അങ്ങനെ ഉച്ചകഴിഞ്ഞ് ഒരു 3-4 വിളിച്ചു, എന്നെ വിളിച്ചു, ഡോക്ടർ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു നീ ഫിറ്റായിട്ടുണ്ട്, ഇത്ര വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ അതിന് ശേഷം എനിക്ക് അതിന് ശേഷം വിസ റെഡിയായി. ഇപ്പം ഇന്നലെ എനിക്ക് വിസ കിട്ടി, ടിക്കറ്റും എനിക്ക് കിട്ടി. നാളെ ഞാൻ പോവുകയാണ്. ഇത്ര വലിയ അനുഗ്രഹം നന്ദിനെ ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ മുന്നേ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ അങ്ങനെ ഭക്തി അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാറുണ്ട്, പിന്നെ മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വരെ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് എല്ലാ ദിവസവും മുടങ്ങാന്ന് പള്ളിയിൽ പോകണമെന്ന്. അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഈ പ്രാവശ്യം ഒട്ടുമിക്ക ദിവസം പള്ളിയിൽ പോകാറുണ്ട്. ഈ ഉടമ്പടിന് ശേഷം ഇതുവരെ ഞാൻ മുടങ്ങിയിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യാറുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ വീടിനടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവിടെ സന്ദർശിച്ച് പ്രായമായ അമ്മച്ചിമാർ അവിടെ ഇന്ത്യ വരവി കണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടായിരുന്നു. ഇത്ര നല്ല അനുഗ്രഹം തന്നതിന് കൃപാസന മാതാവിനും ഈശോ തിരുക്കുമാരനും 1 കോടി ആയിരം നന്ദി പറയുന്നു. ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത്? സൗദിയിലോട്ട്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സഹോദരൻ പറഞ്ഞ സാക്ഷ്യം, അതായത് മെഡിക്കൽ എടുത്തപ്പോൾ എക്സ്റേയിലൊരു സ്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 തവണയും ഫെയിലായി അല്ലേ? 3 തവണയും ഇതുപോലെ തന്നെ മെഡിക്കലിന് ഫെയിലായപ്പോഴാണ് കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. കൃപാസനത്തിൽ വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് 4-ാം തവണ മെഡിക്കലിന് പോയപ്പോൾ ആ സ്കാറ് അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? മെഡിക്കൽ ഫിറ്റായി. അപ്പോൾ വലിയൊരു സാക്ഷ്യമാണ് സഹോദരൻ പറഞ്ഞ നമ്മുടെ എല്ലാം കഴിവിനപ്പുറത്ത്
കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയമെല്ലാം അത് ലാഗ് ചെയ്യുന്ന ചുരുക്കി ദൈവമാതാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത്. അത് നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയാണ്. മരിയനോട് കൂടിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.